നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മേയർ ആര്യ രാജേന്ദ്രന്റെ വാദങ്ങൾ പൊളിയുന്നു. മേയറും KSRTC ഡ്രൈവറുമായി നടു റോഡിലുണ്ടായ തർക്കത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. യാത്രക്കാരുമായി പോകുന്ന ബസിന്റെ യാത്ര തടസ്സപ്പെടുത്തി മേയറുടെ കാർ നിർത്തിയിട്ട ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പാളയം സാബല്യം കോംപ്ലക്സിന് മുന്നിലെ സിഗ്നലിലാണ് KSRTC ബസ് തടഞ്ഞിട്ടിരിക്കുന്നത്. സീബ്ര ലൈനിൽ ബസിന് മുന്നിൽ കാർ കുറുകെയിട്ടു. KSRTC ബസിന്റെ യാത്ര തടഞ്ഞുവെന്ന് ദൃശ്യങ്ങളിൽ ഇതിൽ നിന്ന് വ്യക്തമാണ്. ഏറെ നേരം പരസ്പരമുള്ള പോർവിളികൾക്ക് ശേഷമാണ് പിന്നീട് വാഹനം മാറ്റിയിടുന്നത്. വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പോലീസിന്റെ വാദവും പൊളിയുകയാണ്. സിഗ്നലിൽ വാഹനം നിർത്തിയപ്പോഴാണ് മേയറും MLAയും ഡ്രൈവറോട് സംസാരിച്ചത്. ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്ന തരത്തിൽ മേയർ വാഹനം ഇട്ടില്ലായിരുന്നു എന്നാണ് പോലീസിന്റെയും മേയറുടെയും വാദം. എന്നാൽ മറുഭാഗത്ത് വാഹനം ഇട്ടെന്നും പിന്നീട് മാറ്റുകയും ചെയ്തുവെന്നാണ് ഇന്ന് മേയർ പറഞ്ഞത്. ഇതിനെയെല്ലാം തകിടം മറിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനിടെ സംഭവത്തിൽ യാതൊരുവിധ അന്വേഷണവും നടത്താതെ ഡ്രൈവർ യദുവിന് നേരെ പ്രതികാരം തീർത്തിരിക്കുകയാണ് KSRTC. സർവീസിൽ നിന്ന് മാറ്റി നിർത്താൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിജിലൻസ് ഷാജി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അടുത്തൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ യദുവിനെ ജോലിയിൽ പ്രവേശിപ്പിക്കേണ്ട എന്നാണ് തമ്പാനൂർ ITO മുഹമ്മദ് ബഷീറിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. DTOയ്ക്ക് മുന്നിൽ ഹാജരായി വിശദീകരണം നൽകാനും നിർദ്ദേശത്തിൽ പറയുന്നു. രാത്രി വൈകി ഉണ്ടായ തർക്കത്തിൽ ആദ്യം പരാതിപ്പെട്ടത് യദുവാണ്. എന്നിട്ടും പോലീസ് കേസെടുക്കാൻ കൂട്ടാക്കിയില്ല എന്ന് ഡ്രൈവർ പറയുന്നു. ഡ്രൈവർ നൽകിയ പരാതിയിൽ കഴമ്പില്ല എന്നാണ് പോലീസിന്റെ വിശദീകരണം. മേയറുടെ പരാതിയെ പ്രതിരോധിക്കാനുള്ള ശ്രമം മാത്രമാണ് പരാതിയെന്നുമാണ് പോലീസ് പറയുന്നത്.